വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. 10 ദിവസം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഡൽഹിയിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമെത്തിയിരുന്നു. ഇന്ന് രാവിലെ കെ.സി. വേണുഗോപാലുമായി രാഹുൽ ഗാന്ധി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തലയുമായി അരമണിക്കൂറോളം രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടന്നത്. കേരളത്തിൽ ചരിത്ര വിജയം നേടാൻ യുഡിഎഫിനെ സഹായിച്ചത് വി ഡി സതീശനായിരുന്നെങ്കിലും ഭൂരിപക്ഷം എംഎൽഎമാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ ജനങ്ങളുടെ പൊതുവികാരം കണക്കിലെടുത്താണ് കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഘടകകക്ഷികളുടെ പിന്തുണ സതീശനായിരുന്നു. കെപിസിസിയുടെ മുൻ ഭാരവാഹികളും സതീശനെ പിന്തുണച്ചു. 102 സീറ്റുമായി ചരിത്ര വിജയം നേടിയിട്ടും 10 ദിവസമായി മുഖ്യമന്ത്രി പദത്തിൽ ചുറ്റിത്തിരിയുകയായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനോട് കടുത്ത അവമതിപ്പാണ് ഉണ്ടാക്കിയത്. സതീശന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന്റെ പേര് ഹൈക്കമാൻഡ് സജീവമായി പരിഗണിച്ചിരുന്നെങ്കിലും വി ഡി സതീശനായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നടത്തിയ കടുത്ത സമ്മർദ്ദമാണ് നിർണായകമായത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം സതീശൻ നടത്തിയ പോരാട്ടവും ഘടകകക്ഷികളുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധവും ഹൈക്കമാൻഡിനെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചു. സതീശനെ മുഖ്യമന്ത്രിയാക്കാത്ത പക്ഷം മുന്നണിയിലുണ്ടായേക്കാവുന്ന വിള്ളലുകൾ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ചിന്തിപ്പിച്ചു. ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന അധിക മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും സന്തുലിതമായി കൈകാര്യം ചെയ്യുക എന്ന നയതന്ത്രജ്ഞതയും അദ്ദേഹം പയറ്റേണ്ടി വരും. എങ്കിലും വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള സതീശൻ കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. കേരള രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയായി യുഡിഎഫിന്റെ നട്ടലായി മാറിയ വി ഡി സതീശന്റെ ജീവിതം ഒരു പോരാട്ടത്തിന്റെ കൂടി കഥയാണ്. വെറും ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് മികച്ച പാർലമെന്റേറിയനിലേക്കും അവിടെ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുമുള്ള അദ്ദേഹത്തിന്റെ വളർച്ച. പറവൂരിലേക്ക് അയൽക്കാറ്റേറ്റ് വളർന്ന ഒരു സാധാരണ ബാലനിൽ നിന്ന് കേരള നിയമസഭയുടെ നടുത്തളത്തിൽ ഭരണപക്ഷത്തെ വിറപ്പിക്കുന്ന നാവായി വി ഡി സതീശൻ മാറിയത് അപ്രതീക്ഷിതമായ ഒരു വിസ്മയമല്ല.